ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒന്ന് ചൂട് കയറി കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാമെന്ന്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ രണ്ടാം പാൽ ഒഴിക്കണം. രണ്ടാം പാലിലാണ് നമ്മളിത് വേവിക്കുന്നത്. രണ്ടാം പാലിൽ കിടന്നുകൊണ്ടാണ് അത് വെന്തുകൊണ്ട്. അതെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ രണ്ടാം പാൽ ഒഴിക്കാൻ പോവാണ്. പാലേ പാലേ രണ്ടാം പാലേ മണമിത്തിരി മനസ്സിൽ തായോ. നിമിഷകവിയാണല്ലോ അദ്ദേഹം. ഭയങ്കര നിമിഷകവിയാ. ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി ബൂസ്റ്റ് ചെയ്തിട്ട് പുള്ളിക്കാരുണ്ട് കുക്ക് ചെയ്യിപ്പിക്കണേ. എന്നും ഇതാ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചേട്ടൻ ഇവിടെ ഇല്ലാത്തപ്പോ പാട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പോകും. അല്ല അതിനല്ലേ അതെ എന്നെ കാണുന്നത് ടി വി ഇരിക്കണ കണ്ടില്ലേ. ഓ അല്ല ശരിക്കും ഈ ടി വി അപ്പൊ ആരെ കാണാനാ? പുള്ളിക്കാർക്ക് അതില്ലാണ്ട് പറ്റില്ല. അല്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇവരിവിടെ 3 പേരും വന്നിരിക്കുന്നില്ലേ, ഇതേപോലെ ഇവരിവിടെ വന്നിരിക്കുവാണെങ്കിൽ എനിക്കിവിടെ ടി വിയുടെ ആവശ്യമില്ല. ഇത് നമ്മൾ ഈ ഒറ്റയ്ക്ക് ചില ദിവസങ്ങളിൽ അടുക്കളയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ബോറടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ടി വി. പക്ഷെ കാണാൻ പറ്റില്ലല്ലോ. എന്താ കാണാൻ പറ്റാത്തെ? അല്ല നമ്മള് കുക്ക് ചെയ്തോണ്ടിരിക്കുക. ഞാൻ അരിയുമ്പോ അവിടെ നിന്ന് അരിയുമ്പോ നമ്മള് ഇങ്ങനെ കാണും. പിന്നെ സൗണ്ട് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഒന്ന് ഇളക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് നോക്കാലോ. അങ്ങനെ അങ്ങനെ ഒരു സിനിമ കണ്ട് തീർക്കും ഞാൻ. ഒരു രാവിലത്തെ ഒരു കറി 2 കറി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും. അതായത് നമ്മുടെ ഉച്ചകാലത്തെ ഭക്ഷണമൊക്കെ വെക്കണ സമയത്ത് ഒരു 10 മണി 10:30 11 മണി സമയത്ത് നമ്മൾ അടുക്കളയിൽ കയറുമല്ലോ. ആ ഉച്ചയ്ക്ക് ആ ചോറും കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഒരു സിനിമ അവിടെ വെക്കും. ആ സിനിമ കാണും. ആ സിനിമ കാണുന്നതിൻ്റെ ഒപ്പം 2-3 കറിയും റെഡിയാവും. അങ്ങനെ കറി വെച്ചോണ്ട് ഈ അടുത്ത് കണ്ട സിനിമ ഏതായിരുന്നു ലാസ്റ്റ് കണ്ടതോ? ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് കാണുന്നത് എപ്പോഴും ഒന്നെങ്കിൽ ഹിന്ദി സിനിമയായിരിക്കും അല്ലെങ്കിൽ തമിഴ് പടങ്ങളായിരിക്കും. കാരണം പ്രോമിയുടെ ഒപ്പം ഞാൻ എല്ലാ മലയാളം പടങ്ങളും ഇരുന്ന് കാണും. പ്രോമിക്ക് ചില ഹിന്ദി പടങ്ങൾ ഇഷ്ടമല്ല. ഞാൻ എല്ലാ പടങ്ങളും എല്ലാ ടൈപ്പ് പടങ്ങളും കാണുന്ന ആളാണ്. എനിക്ക് റൊമാൻറ്റിക് മൂവീസ് ഇഷ്ടമാണ്, ഫിക്ഷൻ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. ഹിസ്റ്റോറിക്കൽ മൂവീസ് ഇരുന്ന് കാണുന്നത് അതെനിക്ക് അത്ര താല്പര്യമില്ല. അത് പ്രോമിൻ്റെ കൂടെ ഇരുന്ന് കാണില്ല എന്തായാലും. അപ്പൊ അങ്ങനത്തെ പടങ്ങളൊക്കെ ഇത് ഏത് പടം കണ്ടേന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിരുമ്പോൾ അറിയാൻ പറ്റും. ഹിസ്റ്റോറിക്കൽ പടം കണ്ടെങ്കിൽ മറ്റേ ഉരുളക്കിഴങ്ങൊക്കെ വെട്ടിയിടുന്ന ഇത്രയും ഉണ്ടാവും, വാളിന്റെ അത്രയും. അപ്പൊ ഏറ്റവും നന്നായിട്ട് കറി ഉണ്ടാവുന്നത് എന്ത് ജോണർ കാണുമ്പോഴാ? അത് റൊമാൻസ്. റൊമാൻസ് താല്പര്യമില്ലേ? റൊമാൻസ് ആണ് പുള്ളിക്കാർക്ക് ഇഷ്ടം. ഏറ്റവും നന്നായിട്ട് കറി ഉണ്ടാവണത് എല്ലാന്നല്ലേ റൊമാൻറ്റിക് മൂവീസ് ആണെങ്കിൽ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇവിടെ കാണുന്ന ഒരു റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ള റൊമാൻറ്റിക് പടം ഏതാ? റിപ്പീറ്റ് ആയിട്ട് കാണാറില്ലല്ലോ. അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഞാൻ കാണാറില്ല. എന്നാലും ഏറ്റവും റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുള്ള റൊമാൻറ്റിക് പടം ഏതാ? ഞാനോ मैंने प्यार किया. അതൊരു 10-25 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴല്ല, കല്യാണത്തിനൊക്കെ മുമ്പായിരുന്നു. അതേപോലെ ഹം ദിൽ ദേ ചുകേ സനം അങ്ങനെ ആഗ്രഹിച്ച് കെട്ടിയതാണ് എന്നെ. അങ്ങനെ ആ പ്യാർ കിയത്തെ കീയാണോ? അതെ അതെ. ഹം ദിൽ ദേ ചുകേ സനം അതൊക്കെ എന്റെ ഫേവറേറ്റ് മൂവി ലിസ്റ്റിലുള്ളതാ. സൽമാൻ ഖാൻ ഫാൻ ആയിരുന്നോ? അങ്ങനെയില്ല. സൽമാൻ ഖാൻ ഫാൻ ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സൽമാൻ ഖാൻ എന്നെ ഇഷ്ടമാണ്. ഫാൻ കില്ലാടി തന്നെ. ശ്വാസം മുട്ടി മരിച്ചു വേണ്ട. ഞാൻ സൽമാൻ ഖാൻ അവൻ കൊറേ നോക്കി, പറ്റിയില്ല. പിന്നെ എന്റെ 2 മക്കൾക്കും കൊടുത്തു ആ ആഗ്രഹം. അപ്പൊ അവരത് ആക്കി എടുക്കണ്ട. അണ്ടർ കൺസ്ട്രക്ഷൻ. ഈ മക്കളൊക്കെ 6 പാക്ക് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് എന്തെങ്കിലും കുശുമ്പുണ്ടോന്നാണോ? അല്ല, 6 പാക്ക് ഉണ്ടാക്കാൻ തോന്നിയിട്ടുണ്ടോ? ഞാൻ ഉണ്ടാക്കി കണ്ടിട്ടാണ് അവരുണ്ടാക്കണേ, അല്ലാണ്ട് അവര് കണ്ടിട്ടല്ല. നോട്ട് ദ പോയിന്റ്. പപ്പടവന്റെ 6 പാക്ക് ഉള്ള ഫോട്ടോ ഉണ്ടോ? അല്ല, ആ ബനി എടുക്കുന്നല്ലേ 6 പാക്കിന്റെ ബനി എടുക്കുന്നു. എപ്പോട്ട് കാണിക്കാം ഊരിട്ടെ. ഇത് 18 വയസ്സിന് താഴെയുള്ള പിള്ളേരും കണ്ടു പോയാ. അല്ല, ഈ പണ്ടത്തെ നിങ്ങളുടെ വിവാഹ ആൽബം, പണ്ടത്തെ നിങ്ങളുടെ ഫോട്ടോസ് ഇല്ലേ, അത് കാണുമ്പോ ഇപ്പൊ എന്താ തോന്നാറ്? വേണ്ടായിരുന്നു. അതെ. അല്ല, അങ്ങനെ നമ്മൾ വളരുകയാണല്ലോ, നമ്മൾക്ക് അങ്ങനത്തെ നമ്മുടെ അടുത്ത് ബോണ്ടിങ്. ഇവര് വളരുകയാണല്ലോ, ഞാൻ തളരുകയാണല്ലോ. ഇവര് 3 പേരും വളരുന്നു, ഞാൻ തളരുന്നു. ദൈവമേ. ഇപ്പൊ ചേച്ചിക്ക് ഇഷ്ടമുള്ള പടങ്ങൾ പറഞ്ഞല്ലോ, അതുപോലെ പ്രോമിച്ചേട്ടന് ഇഷ്ടമുള്ള പടങ്ങൾ ഏതൊക്കെയാണ്? ചോദിക്കേ. അതിൻ്റെ ഒരു ഉത്തരം എനിക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് കേൾക്കാൻ പറ്റൂലോ. ഞാൻ കുറെ കൊല്ലങ്ങളായി ഇത് ചോദിക്കണു. എനിക്ക് പൊതുവെ കാണാൻ ഇഷ്ടം, എല്ലാ പടവും കാണാറുണ്ട്. കാണാൻ ഇഷ്ടം ഞാൻ മലയാളം പടങ്ങളാണ് മെയിൻ ആയിട്ട് കാണുന്നത്. അത് കഴിഞ്ഞാൽ ഹിന്ദി, അത് കഴിഞ്ഞാൽ തമിഴ്. കാരണം എൻ്റെ ഒരു ഓർഡർ. അപ്പൊ മലയാളം പടം ഉണ്ടെങ്കിൽ ഞാൻ മലയാളം പടം കാണുള്ളൂ. അതല്ല മലയാളം പടം ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഹിന്ദി. ഇതാ ഞാൻ കണ്ട ഹിന്ദി പടങ്ങളുടെ പേര് പറഞ്ഞുതരൂ.
എനിക്കറിയില്ല. ഹിന്ദി കാണാൻ മാത്രമേ അറിയുള്ളൂ, പറയാറിയില്ല അല്ലേ? ഞങ്ങളൊക്കെ ഹിന്ദിയിൽ അത്യാവശ്യം രാഷ്ട്രഭാഷ. ആ, ഇന്ത്യ हमारा राष्ट्रभाषा है. അമറയാ? हाँ, हमारा राष्ट्रभाषा है हिंदी. അമരനല്ല, ഹമാരാ ഹിന്ദി ഹമാര പറഞ്ഞ ഹമാര. हम घर में അങ്ങനെയൊക്കെ പറയണം. നമ്മൾ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് പറഞ്ഞവരെങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞോ. हम घर में हिंदी में बात करते हैं, कोई प्रॉब्लम नहीं है सास. ഓ आप लोग दिन भर हिंदी में बात करते वहां हैं? से हैं. कहां से? ഹിന്ദി സുഗമ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? എനിക്ക് എല്ലാ കൊല്ലവും ഹിന്ദി സുഖ പരീക്ഷയ്ക്ക് 47-48. ഞാൻ ആകെ പ്രീ ഡിഗ്രിക്ക് പാസ്സായത് ഇന്ത്യക്കാ. അയ്യോ, അപ്പൊ പ്രീ ഡിഗ്രിക്ക് തോറ്റാ? ഫസ്റ്റ് ഇയർ ഞാൻ വിചാരിച്ചു എന്നെ വഞ്ചിച്ചു. മോനെ ഇതൊക്കെ പപ്പ വെറുതെ പറയണുണ്ട്. ഇത് കണ്ടോണ്ട് നീ അല്ല, പ്രീഡിഗ്രപ്പ് മൊത്തത്തിൽ തോറ്റില്ലേ? പ്രീഡിഗ്രപ്പ് മൊത്തത്തിൽ തോറ്റില്ല അല്ലേ? നോ, ഫസ്റ്റ് ഇയർ എത്ര എണ്ണത്തിന് തോറ്റാലും സെക്കൻഡ് ഇയർ അത് ജയിച്ചെടുത്താൽ മതി. അന്ന് അങ്ങനെ ഒരു എളുപ്പമുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ പറ്റില്ല. ഇപ്പോഴും ഇല്ല. ഇല്ല. അത് അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നല്ലോ. ഇപ്പൊ +1 +2 ഒക്കെ ആക്കിയില്ലേ. സ്കൂൾ കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു? എന്റെ സൂപ്പറായിരുന്നു. ഇതുപോലെ തന്നെ ഒരു ചിൽഗായിരുന്നു ആ സമയത്ത് തന്നെ. ഓ, അപ്പൊ ചില്ലിത്തിരി കൂടുതലായിരുന്നു. അതെന്താ? അത് ഞാൻ എന്റെ ഹെഡ് മിസ്ട്രസിനോടും എന്റെ ടീച്ചേഴ്സിനോടൊക്കെ അതെ ചോദിക്കുന്നു. അതെ. ആ, അവിടുത്തെ പ്രിൻസിപ്പളും പ്രൊമിച്ചേന്റെ പ്രിൻസിപ്പിൾസും തമ്മിൽ ചേർന്ന് പോകാത്തതിന്റെ ഒരു അല്ലേ? ഓരോ പ്രാവശ്യവും യുവതലമുറയ്ക്ക് ഒരു ഊർജം പകർന്നു കൊടുക്കാൻ പറ്റുന്ന ചെറിയ രസമുകുളങ്ങളായ എന്തെങ്കിലും കഥകൾ പറയാറുണ്ടോ? പിള്ളേർ അവരുടെ ഇഷ്ടത്തിന് നന്നായിട്ട് എൻജോയ് ചെയ്യണമെന്ന്, വൃത്തികേട് കാണിക്കാതെ നന്നായിട്ട് എൻജോയ് ചെയ്യണം. അങ്ങനെ എൻജോയ് ചെയ്തൊരു രസമുള്ളൊരു ഇൻസിഡന്റ്? ഞാനോ? ആ, ഇല്ലേ? പറയില്ല എന്നാണോ അറിയില്ല എന്നാണോ? പറയില്ല, ചെറുക്കന്മാര് ചീത്തയായി പോകും. ആ, അതാ പറഞ്ഞ അത്ര രസമുകളില്ലെന്ന് എനിക്ക് തോന്നി. പക്ഷെ പൊതുവിലേ ഇപ്പൊ പെൺപിള്ളേർക്കൊക്കെ ഈ ഒരുപാട് തമാശ പറയുന്ന ആളുകളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഞാൻ തമാശ പറയാറില്ല, ഞാൻ വളരെ സീരിയസ് ആയിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴോ? ഒരു കല്യാണം കഴിഞ്ഞോടാണോ സ്വഭാവം? കല്യാണം കഴിഞ്ഞോടുകൂടി എന്റെ എല്ലാം പോയി. എല്ലാ സീരിയസ്നെസ് എല്ലാ സീരിയസും പോയി. പിന്നെ തമാശയിലേക്ക് മാറി ഞാൻ. പിന്നെ എനിക്ക് മനസ്സിലായി ജീവിതം തമാശയാണ്. അങ്ങനെയായിരുന്നോ? ആ, എനിക്കറിയില്ല, ഞാൻ കാണുമ്പോഴേ ഇങ്ങനെയാ. ആ സമയത്ത് അങ്ങനെ ആരാധന ഒന്നും ഉണ്ടായിരുന്നില്ലേ ആർക്കും? ആർക്ക്? പ്രോമിയോടോ? ആ. ഏത് കല്യാണത്തിന് മുമ്പോ? ആ. ഭയങ്കര ആരാധനയായിരുന്നു. ആ. ആരാധികം. നാണം പറഞ്ഞുണ്ടോ? അങ്ങനെ ഒരുപാട് ആരാധികമാരുണ്ടായിരുന്നു. ഭയങ്കര ആരാധികമാരായിരുന്നു. ആ, എന്തെങ്കിലും ഒരു രസമുകുളമായിട്ടുള്ള ഒരു ഇൻസിഡന്റ്? അതല്ല, ആരാധികമാര് ആരാധന, ഭർത്താവിന്റെ ആരാധികമാരുടെ രസമുകുളമായ നിമിഷങ്ങളും ഞാൻ പറയണം. രസമുകുളം എന്ന് പറയുന്നത് അർത്ഥം മാറ്റി ആലോചിക്കല്ലേ? അങ്ങനെ ആരാധന തോന്നി എന്തെങ്കിലും? കോളേജിൽ വെച്ച് സ്റ്റാർ ആയ ഒരു കാര്യം ഞാൻ പറയാം. ഓക്കെ. അപ്പൊ ഐശ്വര്യ റായ് മിസ് വേൾഡ് പട്ടം കിട്ടിയിട്ട് പുള്ളിക്കാരി മംഗലാപുരംകാരിയാണ്. അതെ, മംഗലാപുരത്ത് വന്നിറങ്ങി പുള്ളിക്കാരി. അവിടെ അപ്പൊ എന്റെ മൂത്ത സിസ്റ്ററിന്റെ അവർക്ക് അവിടെയായിരുന്നു ജോലി, ഹസ്ബൻഡിന്. അപ്പൊ പുള്ളിക്കാരി അവിടെ വന്നിറങ്ങിയപ്പോ ഇതേപോലെ ഞാൻ അന്ന് അവിടെ ഉണ്ട്, മംഗലാപുരത്തുണ്ട്. ഞാൻ പയ്യനാണ്, കോളേജ് ടൈമിൽ എന്റെ എന്തോ അവധിക്ക് ഒറ്റ പോയതാണ്. അപ്പോൾ പുള്ളിക്കാരി എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ അവർ എയർപോർട്ടിലൊരു സ്വീകരണമൊക്കെ കൊടുത്തു. അന്ന് അളിയൻ അവിടുത്തെ എന്തോ ഓഫീസറായിട്ടാണ്. അപ്പോൾ പുള്ളിക്ക് അതിൻ്റെ മെയിൻ, അപ്പോൾ എനിക്ക് അതിൻ്റെ അടുത്ത് ചെന്നിരിക്കാനോ അവരുടെ അടുത്ത് ചെന്നിരിക്കാനും കൈ കൊടുക്കാനോ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അതൊരു വലിയ സംഭവമായിരുന്നു. ഞാൻ കോളേജ് ഒന്ന് കാണിച്ചപ്പോൾ എല്ലാവർക്കും, എന്റെ ഫ്രണ്ട്സിന് അത് മനസ്സിലായില്ല, കാര്യം അവർക്ക് അത് ആരാന്ന് അറിയണ്ടായില്ല. ആ ഫോട്ടോ ഇപ്പോഴും ഉണ്ടല്ലോ. അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് വെച്ചിട്ട് ഞാൻ കുറെ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുമ്പോ, പക്ഷെ പിള്ളേരോടൊക്കെ പറയുമ്പോ ഞാനും പുള്ളിക്കാരിയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ക്ലോസ് ആണ്. തള്ളി മറക്കാന്ന് പറയും. മറ്റേ കിലുക്കത്തിൽ ലാലേട്ടന്റെ പോലെ പോയിരുന്നു എന്റെ കൂടെ ഡിന്നറിന്. ചോദിക്കാൻ പറയാൻ ചെയ്തോ? പിന്നെ വർത്താനോ പറഞ്ഞു. എന്താ ചോദിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഫ്രണ്ട്സ് ആണല്ലോ, ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. ഹായ് ബൈ റിലേഷൻസ് ആണ്. ഹായ് ബൈ ആണ് ഞങ്ങൾ. അഭിഷേക് ബച്ചൻ അറിയോ? നിത ഇല്ലാത്തപ്പോ എപ്പോഴും വിളിക്കാറുണ്ട്. ഞാൻ ഇല്ലാത്തപ്പോ എങ്ങനെ അറിയണേ? പ്രോമിയാണോ വിളിക്കണേ അതോ പുള്ളിക്കാരത്തിയാണോ വിളിക്കണേ? ഞാൻ വിളിക്കാൻ ശ്രമിക്കാറുണ്ടെന്ന്. ഈ കാര്യം അഭിഷേക് ബച്ചൻ അറിയോ? അതായിരിക്കും കാരണം. 11 ബോഡി ഗാർഡുമാരൊക്കെയാ, ഒരു മയം ഉണ്ടാവില്ല. നിതയ്ക്ക് പറ്റി സംശയം കൂടും. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ബോംബെ പോയുള്ളൂ. നല്ല അഭിമാനിക്കാനുള്ള ഒരു വകയല്ലേ ശരിക്കും. എന്താ ഐശ്വര്യ റായുടെ ഫോട്ടോ എടുത്തു എന്ന് പറയണതോ? സമ്മതിച്ചേ. അതെ അതെ.